ഈ വേണുവേട്ടൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്കാണ് വേണുവേട്ടൻ്റെ സഹോദരിയുടെ മരുമകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മൂപ്പരോട് പറഞ്ഞ്, അല്ല മാമ, കുറെ കാലമായില്ലേ ചേമ്പും ചേനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇനിയുള്ള കാലം ഒന്ന് സൂചിച്ച് ജീവിച്ചൂടെ? അതിനെന്തിനാ ഇപ്പൊ ആരാ സുഖക്കുറവ് നിന്നോട് പറഞ്ഞ്? അല്ല, അതുണ്ടായിട്ടല്ല, ഒന്ന് ലോകത്തിനെ പറ്റിയൊക്കെ ഒന്ന് അറിയുക, എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത്. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ആ പേരും ഷർട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇപ്രാവശ്യം കൊണ്ടുവന്ന ടച്ചിന്റെ ഒരു ഫോണാണ്, നല്ല വിലേൻ്റെ ഒരു ടച്ചിന്റെ ഫോണ് വേണുവേട്ടന് മരുവനം കൊടുത്ത്. ഇത് ആദ്യമൊന്നും വലിയ താല്പര്യമില്ലാത്ത മനുഷ്യ ആദ്യത്തെ ദിവസം എടുത്തു നോക്കി ആ മൂലക്കിട്ട്, രണ്ടാമത്തെ ദിവസം എടുത്തു നോക്കി, അങ്ങനെ ഇതിന്റെ കൗതുകം കണ്ട എല്ലാം കൂടിയും മൂപ്പരെന്ത് ചെയ്തെന്ന് വെച്ചാൽ മോളെ മോനെ കൊണ്ട് ഇതെല്ലാം കൂടി ഒരു മൊബൈലിൻ്റെ അകത്ത് എല്ലാം കൂടി സിമ്മൊക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി ശരിയാക്കി മുന്നിൽ വെച്ച്. ആദ്യമായിട്ട് യൂട്യൂബ് കിട്ടി, അതിലൊരു രസം തോന്നി. പിന്നെ ചെക്കൻ തന്നെ ഫേസ്ബുക്ക് എടുത്തു കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകളിലായി കളി. ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങോട്ടേക്കുന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഓനാവശ്യമുള്ള ഓനെല്ലാം കൂടി ഇങ്ങോട്ട് വാങ്ങിയെടുക്കുന്നുണ്ട്. ഇത് മരുവന് ഇതൊന്നും മനുഷ്യൻ അറിയുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇയാളാണെങ്കിൽ ഇതിൽ രസം പിടിച്ച് അതുവരെ കാറ്റിലും ചേമ്പും ചേനയും ഒക്കെ ആയിട്ട് നല്ലോണം ഈ രാത്രിയിൽ ചെറുപയറിൻ്റെ ഒരു കറിയും ലേശം ചപ്പാത്തി ഒരു ലേശം ചോറും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ സൂയിസൈഡ് ചെയ്തത്, ചിക്കൻ വറുത്തോണ്ടിരിക്കുമ്പോൾ ഓട്ടറുമ്പോൾ കൂടെ ഓടിയിട്ട് ഓടിച്ചിട്ട് പിടിച്ച് പുറത്തത്, ഇങ്ങനെയൊക്കെ വാങ്ങി കഴിക്കൽ തുടങ്ങി. എന്തിന്? ഉഗാണ്ടയിൽ വറുത്ത പാറ്റേനെ വരെ കൊറിയറിൽ വരുത്തിച്ച് കഴിച്ചു തുടങ്ങി ഈ പാവം മനുഷ്യൻ. മൂപ്പർക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി.